Hi everyone, welcome you all to Commerce Lesson Plans with ARJ. Today, this video is about recent trends in Indian money market. In our previous classes, we studied about the various money market instruments and the rules and regulations that given by the RBI as well as SEBI in money market. Today, what are the recent trends that are in Indian money market? Let's start our class. The money market forms an important part of financial system. അല്ലേ അല്ലെങ്കിൽ one of the important component in Indian financial system is money market. Because it provides a lot of opportunity for equilibrating the surplus funds of lenders and the requirements of the borrowers for the short terminal period. അല്ലേ അതുകൊണ്ട് തന്നെ the money market provides an important point for central banks അഥവാ RBI for the liquidity in the financial system and അതോടൊപ്പം transmitting the monetary policies by the RBI. The primary aim of the Reserve Bank in money market is to ensure the liquidity as well as the short-term interest rate. In the recent years, the Reserve Bank's approach എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മണി മാർക്കറ്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിൽ മാക്സിമം ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. എങ്ങനെയാണ് അവരത് കൊണ്ടുവരുന്നത്? ഇൻട്രൊഡ്യൂസിങ് ന്യൂ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിൻ്റെ ഹൈ മൊബിലൈസേഷൻ അവർ കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ദ പേയ്മെൻറ്റ് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. അക്കോർഡിംഗ് ടു റിസർവ് ബാങ്ക് സ്ട്രാറ്റജി അവർ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ഡെവലപ്മെൻറ്റ് പ്ലാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ ഒരു റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ മണി മാർക്കറ്റാണ് അതൊക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് ദ കോൾ മണി മാർക്കറ്റ്, ഏറ്റവും ഷോർട്ട് ടേമിനലായിട്ടുള്ള കോൾ മണി മാർക്കറ്റിന് കൂടുതൽ ബൂസ്റ്റപ്പിംഗ് കൊടുക്കുക ആൻഡ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി LAF പോലെയുള്ള ഫെസിലിറ്റീസ് കൊണ്ടുവരിക, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൂടുതൽ ഉപയോഗപ്പെടുത്തുക ആൻഡ് കൂടുതൽ ഒന്നും കൂടി ട്രാൻസ്പെറൻ്റ് ആവുക, ഒന്നും കൂടി ഈസി ടു ട്രേഡിംഗ് ഇൻ മണി മാർക്കറ്റ് ആക്കുക കസ്റ്റമേഴ്സിന്, സോ ദാറ്റ് ലോട്ട് ഓഫ് കസ്റ്റമേഴ്സ് ഷുഡ് ബി അട്രാക്റ്റഡ് ടു ദ മണി മാർക്കറ്റ്. And നമുക്ക് number of steps are taken to transform this narrow market to active the broadened market, actually the money market. So following some of the steps that to be developed in money market are integrating organized and unorganized money market in one umbrella and കാൾ മണി മാർക്കറ്റ് ഒന്നും കൂടി എൻലാർജ് ചെയ്ത് കൊണ്ടുവരിക with the help of LIC, UTI, GIC and IDB and DFHI, Discount Finance House of India'യുടെ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് one of the recent trends ആണ്. Then XTSI, Securities Trading Corporation of India'യുടെ then ന്യൂ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള ട്രഷറി ബില്ലുകൾ, ഡെറിവേറ്റീവ്സ് പ്രൊമിസറി നോട്ടുകൾ, റീപ്പോസ് എഗ്രിമെൻറ്റ്സുകൾ, കൊളാറ്ററൈസ്ഡ് ബോറോവിങ് ആൻഡ് ലെൻഡിങ് ഒബ്ലിഗേഷൻസുകൾ, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ, ഡീറെഗുലേഷൻ ഓഫ് ദ ഇൻട്രസ്റ്റ് റേറ്റുകൾ, ഓഫറിംഗ് മാർക്കറ്റ് റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റുകൾ, സെറ്റിംഗ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് സച്ച് ആസ് ക്രിസിൽ, കെയർ, ഇക്ര എന്നിവയുടെ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ്, ദെൻ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി കൊണ്ടുവരിക, ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇലക്ട്രോണിക് ഡീലിംഗ് സിസ്റ്റം കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യുക, സോ ദാറ്റ് കോൾ മണി, ടേം മണി, ട്രഷറി ബിൽ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെ കൂടുതൽ ഈസിയസ്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. ദെൻ strengthening of the payment system. So these are all the measures that have to be taken by the various other money market instruments by the RBI. So let's explain. So first point is integration of organized and unorganized money market. RBI ഒരുപാട് പുതുതായിട്ട് അവർ സർട്ടൻ മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസ്ഡ് സെക്ടറേയും അൺഓർഗനൈസ്ഡ് സെക്ടറിനെയും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമങ്ങൾ RBIയുടെ ഭാഗത്തു നിന്നുണ്ട്. സോ ദാറ്റ് ഇന്ത്യൻ മണി മാർക്കറ്റ് അതിൻ്റെ കുറച്ചും കൂടി കൂടുതൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ദെൻ കാൾ മണി മാർക്കറ്റിൻ്റെ എൻലാർജ്മെൻറ്റ് വൺ ഓഫ് ദ അനദർ റീസൺ ട്രെൻഡ് ആണെന്ന് പറയാം. ബിക്കോസ് LIC, UTI, GIC, IDB പോലെയുള്ള
അവരുടെ സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട്സ് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആസ് ലെൻഡേഴ്സ്. സോ ഡിസ്കൗണ്ട് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ ഹാവ് ബീൻ പെർമിറ്റഡ് ടു ഓപ്പറേറ്റ് ആസ് ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ്. The minimum size of operation for routine transaction reduced from 20 crore to 3 crore. 20 കോടി എന്നുള്ള ആദ്യത്തെ ആ പ്രൈസ് സെറ്റിങ്ങിൽ നിന്നും മിനിമം സൈസ് ഓഫ് ഓപ്പറേഷൻ നിന്നും അത് 3 കോടിയായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം സ്റ്റെപ്സ് ആണ് RBIയുടെ ഭാഗത്തു നിന്ന് എന്തിനു വേണ്ടിയിട്ട് ഫോർ എൻലാർജിങ് ദ കോൾ മണി മാർക്കറ്റ്, കുറച്ചും കൂടി അതിന് സ്വീകാര്യത ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. ദെൻ DFHIയുടെ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ്, ഡിസ്കൗണ്ട് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ. സോ ഡിസ്കൗണ്ട് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യനെ നമുക്ക് വൺ ഓഫ് ദ അതർ റെഗുലേറ്ററി ബോഡി ഫോർ മണി മാർക്കറ്റ് നമുക്ക് പറയാം, ഇന്ത്യൻ മണി മാർക്കറ്റ് നമുക്ക് പറയാം, ബിക്കോസ് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ടു ഓഗ്മെൻറ്റ് എ സെക്കൻഡറി മാർക്കറ്റ് ഇൻ ദ മണി മാർക്കറ്റ്. ദെൻ XTCIയുടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് പറയാൻ പറ്റുക, ദാറ്റ് ഈസ് സെക്യൂരിറ്റീസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ STCI എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ത് ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ്? ടു പ്രൊവൈഡ് എ സെക്കൻഡറി മാർക്കറ്റ് ആൻഡ് പ്രൊവൈഡഡ് ആൻഡ് ആക്റ്റീവ് സെക്കൻഡറി മാർക്കറ്റ് ഫോർ ട്രഷറി ബിൽസ്. ട്രഷറി ബിൽസിനായിട്ട് ഒരു സെക്കൻഡറി മാർക്കറ്റ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പർപ്പസിനോടെയാണ് STCI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സുകൾ എന്തൊക്കെയാണ്? ഇൻ്റഗ്രേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് and enlargement of call money market, and also establishment of DFHI, that is discount finance house of India. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? മണി മാർക്കറ്റിൽ സെക്കൻഡറി മാർക്കറ്റിൻ്റെ എക്സ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ദെൻ STCA എന്താണ്? സെക്യൂരിറ്റി ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദ ഒബ്ജക്റ്റീവ് ഓഫ് STCA എന്താണ്? ടു പ്രൊവൈഡ് എ സെക്കൻഡറി മാർക്കറ്റ് ഫോർ ട്രഷറി ബിൽ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന്, എൻലാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RBIയുടെ ഭാഗത്ത് നിന്ന് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു? സെക്യൂരിറ്റി ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് എടുത്ത് പറയാൻ പറ്റുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് നമ്പർ ഓഫ് ന്യൂ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. വൺ ഓഫ് ദ മെയിൻ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഈസ് ട്രഷറി ബിൽ. ട്രഷറി ബില്ലിന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ മെച്യൂരിറ്റി ടൈം ഓഫ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മേ ബി 182 days, 364 days, then 91 days ഒക്കെ. സോ ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1996 ദെൻ 1992, ജനുവരി 1993. സോ ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടു പ്രൊവൈഡ് ആൻ ഓൾട്ടർനേറ്റീവ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെയിം ദ ഫോറിൻ സെൻട്രൽ ബാങ്ക്സ് ഫോർ ഇൻവെസ്റ്റിംഗ് ദ സർപ്ലസ് ഫണ്ട്. സോ ട്രഷറി ബിൽ സാധാരണയായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് വീക്ക്ലി 14 day അല്ലെങ്കിൽ 91 day ബിൽ ആയിട്ടാണ്. ആൻഡ് ഓൾസോ 364 day ബിൽ ഓപ്ഷൻസും ഉണ്ട്. ദീസ് ആർ അവൈലബിൾ ഫോർ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ഫോറിൻ സെൻട്രൽ ബാങ്ക്. ദെൻ ഡെറിവേറ്റീവ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് മണി മാർക്കറ്റിലുള്ള ഡെറിവേറ്റീവ് യൂസ് ആൻഡ് പ്രോമിസറി നോട്ട്സ്. ഇത് പ്രധാനമായിട്ട് റെഡ്യൂസിങ് ദ പേപ്പർ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡെറിവേറ്റീവ് യൂസ് ആൻഡ് പ്രോമിസറി നോട്ട്. അത് നമ്മൾ DUPN എന്ന് പറയും. These are sold to investors in lots of maturity. സാധാരണ 15 days to up to 90 days വരെ ജെനുവിൻ ട്രേഡ് ബിൽസ് ഡിസ്കൗണ്ടഡ് ആയിട്ടാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഡെറിവേറ്റീവ് യൂസ് ആൻഡ് പ്രോമിസറി നോട്ട് ദാറ്റ് ഈസ് DUPN. സോ ഇതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്രം 15 days up to 90 days ആണ്. ദെൻ പ്രധാനമായിട്ടുള്ളത് റീപ്പോസ് ആണ്, റീപർച്ചേസ് എഗ്രിമെൻറ്റ്സ്. RBI യൂസസ് റീപ്പോസ് ഫോർ അബ്സോർപ്ഷൻ ഓഫ് ലിക്വിഡിറ്റി. എല്ലാ ഗവൺമെൻറ് സെക്യൂരിറ്റീസും റിപ്പോ അഗ്രിമെൻറ്റ്സ് അവൻ എലിജിബിൾ ഉള്ളവയാണ്. ആൻഡ് ഫർദർ ബാങ്ക്സ് പ്രൈമറി ഡീലേഴ്സ് ആർ അലൗഡ് ടു അണ്ടർടേക്ക് ബോത്ത് റിപ്പോ ഓർ റിവേഴ്സ് റിപ്പോ ട്രാൻസാക്ഷൻസ്. സോ നമ്മൾ RBI ഒരു റെസ്ട്രിക്ഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ഫോർ എൻഹാൻസിങ് ദിസ് റിപ്പോസ് എഗ്രിമെൻറ്റ്, ദാറ്റ് ഈസ് ദ മിനിമം period of 3 days for interbank repo restrictions. ആ ഇന്റർബാങ്ക് റിപ്പോ മാർക്കറ്റിൽ നിന്ന് ആ മിനിമം പീരീഡ് ഓഫ് 3 days റെസ്ട്രിക്ഷൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. Then collateralized borrowing and lending obligation, that is CBLO. CBLO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് collateralized borrowing and lending obligation ആണ്. ഇത് ഈ പറഞ്ഞ പോലെ ന്യൂ ഇൻസ്ട്രുമെൻസിൻ്റെ മണി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് റീസെൻറ്റ് ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂ ചെയ്തേക്കുകയാണ്, അതായത് CBLO. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് ഈസ് ടു
certain exemptions in the form of CRR relaxation കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് collateralized borrowing and lending obligation establish ചെയ്തേക്കുന്നത് മണി മാർക്കറ്റിലേക്ക്. വിത്ത് എ വ്യൂ ടു ഡെവലപ്പിംഗ് ദ മാർക്കറ്റ് ഫോർ ദ CBLO, റിസർവ് ബാങ്ക് അലൗഡ് സർട്ടൻ എക്സംഷൻസ് ഇൻ ദ ഫോം ഓഫ് CRR റിലാക്സേഷൻ. സോ CBLO കൂടുതലായിട്ട് റീസെൻ്റ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മാക്സിമം ഇതിന് വേണ്ടിയിട്ട് എക്സ്പാൻഷന് വേണ്ടിയിട്ട് RBI സർട്ടൻ എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്, CRR റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന്. സോ കൊളാറ്ററൈസ്ഡ് ബോറോവിങ് ആൻഡ് ലെൻഡിങ് ഒബ്ലിഗേഷൻ CBLO. ദിസ് ഈസ് എ മേജർ ഇനീഷ്യേറ്റീവ് ഫോർ മണി ആസ് എ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഇത് 2003 ആദ്യമായിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്തത്. ദെൻ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് MMFS ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 1991, 1991. It is also to bring money market instruments with the reach of individuals as well as the corporates and both the individuals. ഇനി ഇതിൻ്റെ അപ്പർ ലിമിറ്റ് 50 crores എന്നുള്ളത് നമുക്ക് അതിനുള്ള അപ്പർ ലിമിറ്റ് ഓഫ് 50 crore ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് ഓൾസോ ബീൻ ലിഫ്റ്റഡ്. സോ എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് IDBI ആൻഡ് UTIക്ക് ഫണ്ട്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ 50 crore ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹാസ് ഓൾസോ ബീൻ ലിഫ്റ്റഡ്. സോ ദീസ് ആർ യൂസ്ഫുൾ. MMFS ആർ യൂസ്ഫുൾ ടു ബോത്ത് ദ കോർപ്പറേറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽ. ഇത് ഹൈ ലിക്വിഡിറ്റി ഉള്ള ഒരു എന്താ പറയുക, ഹൈ ലിക്വിഡാണ് ബോത്ത് അതുപോലെ തന്നെ മോസ്റ്റ് സെക്യൂർ ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻ മണി മാർക്കറ്റാണ്. So the next one, deregulation of the interest rate. പിന്നെ ഒരു റീസെൻറ്റ് പീരീഡിൽ RBI കൊണ്ടുവന്നതാണ്, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ് പോളിസിനെ ലിബറൽ ആക്കുക എന്നുള്ളത്. ഒരുപാട് സീലിംഗ് റേറ്റ്സുകൾ കോൾ മണി മാർക്കറ്റിലുള്ള ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സിലുള്ള ബിൽസ് ഡിസ്കൗണ്ടിങ്ങിനുള്ളതൊക്കെ കുറച്ചിട്ടുണ്ട്. സോ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ഓൾവേസ് അഡ്വൈസ് ടു സീ ദ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ദാറ്റ് ടേക്ക് പ്ലേസ് വിത്തിൻ ദ ലിമിറ്റ്. ദെൻ സെറ്റിംഗ് അപ്പ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്, വേരിയസ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ റൈസിംഗ് ഫണ്ട് ത്രൂ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് സച്ച് ആസ് CRISIL, CARE, ICRA പോലെയുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി LAF. എന്താണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി പറഞ്ഞാൽ? The Narasimham Committee has observed that the RBI support to the market should be done through a liquidity adjustment facility. The traditional refinance support on fixed term has been replaced by a full-fledged liquidity adjustment facility with a view to modulating the short-term liquidity under diverse market conditions. സോ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി എന്താണ് RBI ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് മണി മാർക്കറ്റിന് സപ്പോർട്ട് കൊടുക്കാൻ എങ്ങനെ? ഇറ്റ് ഷുഡ് ബി ഡൺ ത്രൂ ഗിവിങ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി, ദാറ്റ് ഈസ് LAF. ഇത് റീഫിനാൻസ് സപ്പോർട്ടാണ് RBIയുടെ ഭാഗത്തു നിന്നും. ദാറ്റ് ഈസ് ടു വ്യൂ ടു മോഡുലേറ്റിംഗ് ദ ഷോർട്ട് ടേം ലിക്വിഡിറ്റി അണ്ടർ ഡിവേഴ്സ് മാർക്കറ്റ് കണ്ടീഷൻ. സച്ച് ആസ് ഇപ്പോൾ RBIക്ക് റിപ്പോ റേറ്റ്സും റിവേഴ്സ് റിപ്പോ റേറ്റ്സും പീരിയോഡിക്കായിട്ട് RBIക്ക് സെറ്റ് ചെയ്യാം അല്ലേ? സോ the RBI uses 3 or 4 day repos to siphon off liquidity from the system. So ഈ ഒരു ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി RBI മണി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിവേഴ്സ് റിപ്പോ റേറ്റും റിപ്പോ റേറ്റ്സും ഒക്കെ പീരിയോഡിക്കലി സെറ്റ് ചെയ്യുമ്പോൾ ദേ apply this liquidity adjustment facility to the money market instruments. Then introduction of interest rate swaps. Interest rate swaps is also one of the another recent trend that issued in Indian money market by the Reserve Bank of India. It is also a framework for operationalizing the derivative instruments in the Indian market. So market participants in such as standard documentation പർപ്പസിൽ ബെഞ്ച് പർപ്പസിലൊക്കെ ഡെറിവേറ്റീവ്സ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇൻഡസ് ഇൻഡസ് ഫ്യൂച്ചേഴ്സിൽ അത് അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ദ ക്യാൻ ഇൻട്രൊഡ്യൂസ് ദ ഡെറിവേറ്റീവ്
ട്രേഡിംഗ് നമുക്ക് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇൻ ഇന്ത്യ എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് എ ഗ്രേറ്റ് മൂവ്മെൻറ്റ് ഫ്രം ദ സൈഡ് ഓഫ് മണി മാർക്കറ്റ്, ഇന്ത്യൻ മണി മാർക്കറ്റ്. ദെൻ ഇലക്ട്രോണിക് ഡീലിംഗ് സിസ്റ്റം കൊണ്ടുവരിക. എന്തിനാണ് ഇലക്ട്രോണിക് ഡീലിംഗ് സിസ്റ്റം കൊണ്ടുവന്നേക്കുന്നത്? ഫോർ മേക്കിംഗ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഓപ്പറേഷൻസ് അല്ലേ. ഓവർ ദ കൗണ്ടർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് നോട്ട് ത്രൂ അപ്ലൈയിങ് എനി ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൻ്റെ ഇൻ്റർമീഡിയറി ഒന്നും ഇല്ലാതെ വി ക്യാൻ ഓവർ ദ കൗണ്ടർ വി ക്യാൻ മേക്ക് കോൾ മണി ആൻഡ് നോട്ടീസ് മണി, ടേം മണി, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ട്രഷറി ബിൽസ് അങ്ങനെയൊക്കെ. ബട്ട് ഇലക്ട്രോണിക് ഡീലിംഗ് സിസ്റ്റം എക്സ്റ്റാബ്ലിഷ് ചെയ്ത വഴി കൂടുതൽ ട്രാൻസ്പെറൻറ്റും എഫിഷ്യൻറ്റുമായിട്ട് മാർക്കറ്റ് ഓപ്പറേഷൻസിനെ മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഫ്രം ദ പാർട്ട് ഓഫ് ദ RBI ഫോർ ഡെവലപ്പിംഗ് ദ ഇന്ത്യൻ മാർക്കറ്റ് ഈസ് സ്ട്രെങ്തനിങ് ദ പേയ്മെൻറ്റ് സിസ്റ്റം. അതായത് പേയ്മെൻറ്റ് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യുന്നു. എന്തിലൂടെ? നെഗോഷിയേറ്റഡ് ഡീലിംഗ് സിസ്റ്റം എക്സ്റ്റാബ്ലിഷ് ചെയ്തൂടെ, അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ CCIL ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. സോ സ്ട്രെങ്തനിങ് ദ പേയ്മെൻറ്റ് സിസ്റ്റം മീൻസ് എന്താ? നമ്മൾക്ക് NDSൻ്റെ സഹായത്തോടു കൂടി ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലൂടെ അല്ലെങ്കിൽ RTGSൻ്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ പേയ്മെൻറ്റ് സിസ്റ്റത്തിനെ, ഇന്ത്യൻ പേയ്മെൻറ്റ് സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഇന്ത്യൻ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ ഒരുപാട് നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. സോ ഇതും വൺ ഓഫ് ദ റീസെൻറ്റ് ട്രെൻഡ്സ് ആണ്. ദെൻ മെഷേഴ്സ് also have been taken to make various other money market instruments such as certificate deposits, CPs, etc. So it is freely accessible to non-bank participants. So these all measures were intended to improve the depth as well as the efficiency and transparency of operations in the money market. So I repeat, the measures, the recent trends of the RBI introduced in Indian money market is to improve the depth as well as the efficiency and the transparency of operations in the money market. I hope you are very well understood about the recent trends in the Indian money market. Okay, thank you all. Have a great day.